ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം വഴിപാട് എങ്ങനെ നടത്തണം. വഴിപാട് എങ്ങനെ നടത്തണം. നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് വഴിപാട് നടത്തേണ്ടത്? ഈ വഴിപാട് ഒരു വഴിപാട് പോലെ നടത്തിയിട്ടൊരു കാര്യമില്ല, അതുകൊണ്ടൊരു ഫലവും കിട്ടൂല. ഈ വഴിപാട് നടത്തുന്ന ആള് നേരിട്ട് ക്ഷേത്രത്തിൽ പോയി അത് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഭയങ്കര ധൃതിയാണ് എല്ലാവർക്കും. ക്ഷേത്രത്തിൽ ചെന്നാൽ തന്നെ റെസീറ്റ് എഴുതി കൊടുത്ത് ശാന്തിനെ ഏൽപ്പിച്ചിട്ട് ശാന്തിയുടെ ദക്ഷിണയും കൊടുത്തിട്ട് അപ്പം തന്നെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോട്ടോ പോകും. അത് നിന്ന് നടത്താനുള്ള ഒരു സമയം അവർ കണ്ടെത്തില്ല. എന്നിട്ട് പറയും വഴിപാട് നടത്തിയിട്ട് ഒരു ഫലവും കിട്ടിയില്ല. ശാന്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഈ വഴിപാട് എഴുതി കൊടുക്കുന്ന ജ്യോത്സ്യനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പലരും പറയുന്നതാണ് വഴിപാട് നടത്തുന്നുണ്ട് ഞങ്ങള്. ജ്യോത്സ്യൻ പറഞ്ഞ അല്ലെങ്കിൽ ശാന്തി പറഞ്ഞ വഴിപാടുകളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കത് ഫലിക്കുന്നില്ല? കാരണമുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. വഴിപാടുകാരൻ വഴിപാട് നടത്തുന്ന സമയത്ത് ആ ശ്രീകോവിലിന്റെ മുമ്പിൽ എന്തായിരിക്കണം? അതിനെന്താ കാരണം? എന്താണ് അതിനുള്ള കാരണം? നിങ്ങൾ ഈ ശ്രീകോവിലിന്റെ അകത്തിരിക്കുന്ന ബിംബത്തിൽ, ആ ബിംബത്തിൽ നിന്ന് വരുന്ന ചൈതന്യം ആ ശ്രീകോവിലിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്ത് നിൽക്കണേന്, അത് പുറത്തേക്ക് പോകില്ല. മനസ്സിലായ? അപ്പൊ അത് ആ ചൈതന്യം ഏറ്റുവാങ്ങാൻ നമ്മ അവിടെ ഉണ്ടാകണം. അപ്പൊ നമ്മളുടെ പേരിൽ ഒരു പൂവോ ഒരു അർച്ചനയോ ആ ബിംബത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ ബിംബത്തിൽ നിന്ന് വരുന്ന ചൈതന്യം ഏറ്റുവാങ്ങാൻ ആ വഴിപാടുകാരൻ ആ ശ്രീകോവിലിന്റെ മുമ്പിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ വഴിപാടിന് ഫലം കിട്ടും. അതേപോലെ ശാന്തി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അല്ലാതെ നമ്മ വഴിപാട് എഴുതി കൊടുത്ത് കാശും കൊടുത്ത് റെസിറ്റും മുറിച്ച് ശാന്തിയുടെ ദക്ഷിണയും കൊടുത്ത് വീട്ടിൽ വന്നിരുന്നാൽ ഈ ശ്രീകോവിലിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബിംബത്തിൽ നിന്ന് വരുന്ന ചൈതന്യം അത് പുറത്തേക്ക് പോകില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ അന്വേഷിച്ച് വീട്ടിലോട്ട് വരുമോ? ഇല്ല. അപ്പോ വഴിപാട് നടത്തുമ്പോൾ വഴിപാടുകാരൻ ആ ശ്രീകോവിലിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അത് നടത്തി അതിന്റെ പ്രസാദവും വാങ്ങിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന് ഫലം കിട്ടാണ്ട് വരും. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടാണ്ട് വരുമ്പോഴാണ് ഈ വഴിപാട് നടത്തിയിട്ട് ഫലം കിട്ടണില്ല എന്ന് ഒരു കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാര്. കാരണം അത് ശാന്തി ചെയ്തിട്ട് ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജ്യോത്സ്യം പറഞ്ഞ വഴിപാട് തെറ്റാണ് എന്നാണ്. അപ്പൊ എങ്ങനെ അത് ശരിയാകും? ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ പ്രവൃത്തി ശരിയല്ല. വഴിപാട് നടത്തുമ്പോൾ വഴിപാടുകാരൻ ശ്രീകോവിലിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടണോ, നമ്മ അതേപോലെ ആ കർമ്മം ചെയ്യണം. എന്നാലാ മാത്രം ഫലം കിട്ടുള്ളൂ. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.